Clean bowled. What a ball. കഴിഞ്ഞ ഓവറിൽ യഥേഷ്ടം സ്കോർ ചെയ്ത പത്തനംതിട്ട കളിയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുമ്പോൾ തുടരെ 2 വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മിക്കി മലപ്പുറത്തെ വീണ്ടും കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം, KCL ടൂർണമെന്റിന്റെ മറ്റൊരു ഗ്ലാമർ പോരാട്ടം. മലപ്പുറം വേഴ്സസ് പത്തനംതിട്ട. വടക്കൻ കേരളവും തെക്കൻ കേരളവും കൊമ്പുകോർക്കുന്ന അതിമഹത്തായ സെമി ഫൈനൽ. സെക്കൻഡ് ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു വിവേക്. സ്ട്രൈക്കിൽ മുഷാഹിർ. ISPL താരം വിവേക്. ഒരു ബിഗ് ഷോട്ട്. വിപിൻ കൃഷ്ണയുടെ നല്ല ശ്രമമുണ്ടായിരുന്നു. ഫീൽഡർക്കും മുകളിലൂട്ടെ മുഷാഹിറിന്റെ അതിമാരകമി 6. വീണ്ടും ജസീബ് പൊന്നാനിയുടെ മാജിക്. മുബാറക് അച്ചെടുത്തുകൊണ്ട് അടുത്ത വിക്കറ്റ് നഷ്ടമാകുന്നു. ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ. ഇനി ശേഷിക്കുന്നത് ഒരു ബോൾ മാത്രം. ഫ്രീ ഹിറ്റ് ബോൾ. ഷഫീഖ് പൊന്നാനി അത് 6 ആക്കി മാറ്റുന്നു. വീണു കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു ഫ്രീ ഹിറ്റ് ലഭിച്ചപ്പോൾ അത് 6ലേക്ക് പറത്തിക്കൊണ്ട് KCL സെമി ഫൈനൽ മത്സരം. പത്തനംതിട്ട വേഴ്സസ് മലപ്പുറം. പത്തനംതിട്ടയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു മുഷാഹിർ ആൻഡ് കുംഭാരി. പ്രദീപ് കുംഭാരി. KCL ടൂർണമെന്റിൽ ആവേശത്തിൻ്റെ മറ്റൊരു സെമി ഫൈനൽ മത്സരം. മലപ്പുറം ബറ്റാലിയൻസ് വേഴ്സസ് പത്തനംതിട്ട. വടക്കൻ കേരളവും തെക്കൻ കേരളവും തമ്മിലുള്ള മത്സരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. പത്തനംതിട്ട വേഴ്സസ് മലപ്പുറം. ആദ്യ ഓവർ ബോൾ ചെയ്യുന്നു വിപിൻ കൃഷ്ണ. ഒരു കട്ട് ഷോട്ടിലൂടെ സിംഗിൾ നേടിയെടുക്കുന്നു. സ്ട്രൈക്കിലെത്തുന്നു പ്രദീപ് കുംഭാരി. സമയക്കുറവ് മൂലം സെമി ഫൈനൽ മത്സരം 4 ഓവറായി ചുരുക്കുന്നു. സെക്കൻഡ് ബോൾ. ഒരു റിവേഴ്സുള്ള ശ്രമം. ഡോട്ട് ബോൾ. കൃത്യമായ ലൈനിൽ പന്തെറിഞ്ഞു പോകുന്നു വിപിൻ കൃഷ്ണ. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വെറും 3 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടിയ ബൗളർ. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡർ ഷഫീഖ് പൊന്നാനിയുടെ കൈകളിൽ ഭദ്രം. നിർണായക വിക്കറ്റ്. പ്രദീപ് കുംഭാരിയുടെ വിക്കറ്റ്. വിപിൻ കൃഷ്ണ സെമി ഫൈനൽ മത്സരത്തിലും കൃത്യമായൊരു ബൗളിങ്ങിലൂടെ ആ നിർണായക വിക്കറ്റ് നേടിയെടുക്കുന്നു ഷഫീഖിന്റെ കച്ചിലൂടെ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ സുധീർ. 3 പന്തുകൾ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 1 റൺസ് മാത്രം. നേരിട്ട് ആദ്യ ബോൾ തന്നെ ഒരു ഓഫ് വൈഡിൽ നിന്നുള്ള ബോൾ. ഒരു ക്യാച്ചിനുള്ള അവസരമുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. സ്ട്രൈക്കിലെത്തുന്നു മുഷാഹിർ. വീണ്ടും ഒരു സിംഗിൾ മാത്രം. ഓവറിൽ അവസാന ബോൾ. വീണ്ടും ഓഫിൽ ഒരു ക്യാച്ചിന് ചാൻസ് വരുന്നു. യെസ്, രണ്ടാമത്തെ അവസരം അത് മുതലാക്കുന്നു ബില്ലു. വിപിൻ കൃഷ്ണയുടെ ബൗളിങ്ങിൽ ബില്ലു ക്യാച്ച് എടുത്തുകൊണ്ട് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു പത്തനംതിട്ടയ്ക്ക്. ആദ്യ ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 3 റൺസ് മാത്രം. ഇനി ശേഷിക്കുന്നത് 18 പന്തുകൾ. ഇരു ടീമുകളും ബാറ്റിങ്ങും ബൗളിങ്ങും ഒരുപോലെ ശക്തരായ ടീമുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സെമി ഫൈനൽ മത്സരം തീപാറുമെന്നതിൽ സംശയമില്ല. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ നൗഷാദ് KV. പത്തനംതിട്ടയ്ക്ക് വേണ്ടി അബുദാബിയുടെ മുഷാഹിറും KVയും ഒരുമിക്കുമ്പോൾ തീർച്ചയായിട്ടും പത്തനംതിട്ടയെ നല്ലൊരു സ്കോറിലേക്ക് ഇവർ നയിക്കുമെന്നതിൽ സംശയമില്ല. സെക്കൻഡ് ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു വിവേക്. സ്ട്രൈക്കിൽ മുഷാഹിർ. ISPL താരം വിവേക് ഇന്ന് മലപ്പുറം ബറ്റാലിയൻസിന് വേണ്ടി പന്തെറിയാനെത്തുന്നു. ഒരു ബിഗ് ഷോട്ട്. വിപിൻ കൃഷ്ണയുടെ നല്ല ശ്രമമുണ്ടായിരുന്നു. ഫീൽഡർക്കും മുകളിലൂട്ടെ മുഷാഹിറിന്റെ
അതിമാരകമി 6. What a bowling. Good comeback. Dot ball. Again back to back dot balls. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നു ജസീം പൊന്നാനി. സെക്കൻഡ് സ്ലിപ്പിൽ മിക്കി. ഡോട്ട് ബോൾ. വിവേക് ഒരു 6 വഴങ്ങിയതിനു ശേഷം ശക്തമായൊരു തിരിച്ചു വരവ്. തുടരെ 3 ഡോട്ട് ബോളുകൾ. വീണ്ടും അമ്പയർ കോൾ വൈറ്റ്. വീണ്ടും ഒരു ബിഗ് ഷോട്ട്. രണ്ടാമതും 6 നേടിയെടുക്കുന്നു മുഷാഹിർ. ഒരു ഓവറും 5 പന്തുകളും പിന്നിടുമ്പോൾ സ്കോർ 18. തുടക്കത്തിലെ വിക്കറ്റ് വീഴ്ചയുടെ സമ്മർദ്ദത്തിൽ നിന്ന് മുഷാഹിറിന്റെ 6കളിലൂടെ തിരിച്ചു വരുന്നു പത്തനംതിട്ട. What a bowling. Dot ball. 2 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 19. തേർഡ് ഓവർ ബോൾ ചെയ്യാനെത്തുന്നു മിക്കി. സ്ട്രൈക്കിൽ KV നൗഷാദ്. മിക്കി കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വെറും 2 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടിയ ബോളർ. മിക്കിയുടെ ആദ്യ ബോൾ ഒരു കൂറ്റനടിക്ക് ശ്രമിക്കുന്നു ഫീൽഡർ വിപിൻ കൃഷ്ണ. ഒന്ന് സ്ലിപ്പായി പോയെങ്കിലും വ്യക്തമായി കൃത്യമായത് കൈകളിൽ ഒതുക്കുന്നു. നേരത്തെ പറഞ്ഞു ചൊരാത്ത കൈകൾക്കുടമയാണ് വിശ്വസ്തനായ ഫീൽഡർ വിപിൻ കൃഷ്ണ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ വിനീഷ്. സെമി ഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സിൽ ഇനി ശേഷിക്കുന്നത് 11 പന്തുകൾ. മിക്കി ടു വിനീഷ്. ക്ലീൻ ബൗൾഡ്. വാട്ട് എ ബോൾ. അമേസിംഗ്. അവിശ്വസനീയം ഈ പ്രകടനം. മിക്കി വിവേകിന്റെ കഴിഞ്ഞ ഓവറിൽ യഥേഷ്ടം സ്കോർ ചെയ്ത പത്തനംതിട്ട കളിയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുമ്പോൾ തുടരെ 2 വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മിക്കി മലപ്പുറത്തെ വീണ്ടും കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആവേശത്തിന്റെ സെമി ഫൈനൽ മത്സരം. KCL ടൂർണമെന്റിന്റെ മറ്റൊരു ഗ്ലാമർ പോരാട്ടം. മലപ്പുറം വേഴ്സസ് പത്തനംതിട്ട. വടക്കൻ കേരളവും തെക്കൻ കേരളവും കൊമ്പുകോർക്കുന്ന അതിമഹത്തായ സെമി ഫൈനൽ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അച്ചു ബന്ദിയോട്ട്. റിവേഴ്സ് കിങ്. റിവേഴ്സ് ഷോട്ടുകൾ കൊണ്ട് ബൗണ്ടറികൾ നേടിയെടുക്കുന്ന ബാറ്റർ. ബൗളറിൽ നിന്ന് സ്ലിപ്പായി പോകുന്ന ബോൾ അച്ചു ബന്ദിയോട് ബോളിലേക്ക് ചെല്ലുന്നു. ആ ഒരു വരവിനെ ജസീം പൊന്നാനിയുടെ ഒരു കമൻറ്റും. ഒരു ഹാട്രിക് ചാൻസ്. സെമി ഫൈനൽ മത്സരത്തിൽ ഒരു ഹാട്രിക് പിറക്കുമോ നമുക്ക് കാത്തിരിക്കാം. what a bowling. Brilliant. പക്ഷെ ഹാട്രിക് നേടിയില്ലെങ്കിലും നല്ല കൃത്യമായൊരു ബോൾ തന്നെയായിരുന്നത്. കൈവിരലുകളിൽ മാന്ത്രികത കൊണ്ട് ബാറ്റർമാരെ കബളിപ്പിക്കുന്ന ബൗളർ മിക്കി വീണ്ടും തന്റെ പ്രതിഭ തെളിയിക്കുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിലും. വിക്കറ്റ് കീപ്പർ മുബാറക് ക്യാച്ച് എടുത്തുകൊണ്ട് വീണ്ടും മിക്കി. എന്തൊരു ബൗളിംഗ് ഇത്, എന്തൊരു ഓവർ ഇത്. 3 വിക്കറ്റുകൾ, അതും നിർണായക ബാറ്റർമാരുടെ വിക്കറ്റുകൾ നേടിയെടുത്തുകൊണ്ട് പത്തനംതിട്ട പന്തേഴ്സിന്റെ നടുവൊട്ടിക്കുന്നു മിക്കിയുടെ മാന്ത്രിക ബോളുകൾ. ബാറ്റിംഗ് ലൈനപ്പ് അതിശക്തമായ ടീം തന്നെയാണ് പത്തനംതിട്ട പന്തേഴ്സ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ മാത്യു. നേരിടുന്ന ഓരോ പന്തുകളും 6ലേക്ക് പറത്തുന്ന ബാറ്റർ. ഓവറിൽ അവസാന ബോൾ. ഒരു ബിഗ് ഷോട്ട് മാത്യു. പന്ത് ബൗണ്ടറിയിലേക്ക്. നേരിട്ട ആദ്യ ബോൾ തന്നെ ബൗണ്ടറി നേടിക്കൊണ്ട് മാത്യു വരവറിയിക്കുന്നു.
ഇനി ശേഷിക്കുന്നത് 6 ബോളുകൾ മാത്രം. 3 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 23. മിക്കി വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ഒരു പക്ഷേ മേഡൻ ഓവർ 3 വിക്കറ്റുമായി അവസാനിക്കേണ്ട ഓവറായിരുന്നു. മത്യുവിൻ്റെ ഒരു ബൗണ്ടറിയോടെ ആ ഒരു ചരിത്ര നേട്ടം തടസ്സമാകുന്നു മിക്കിക്ക്. പക്ഷേ എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ഗോൾഡൻ വിക്കറ്റുകൾ അതികായന്മാരായ 3 ബാറ്റർമാരെ ഒരു ഓവറിൽ എറിഞ്ഞിട്ടുകൊണ്ട് മിക്കി. അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു ജസീം പൊന്നാനി. സ്ട്രൈക്കിലുള്ളത് മുഷാഹിർ. ഒരു വൈഡ് ബോൾ. വിക്കറ്റിന് പിന്നിൽ മുബാറക്. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നു വിവേക്. സ്കോർ 25-ലേക്ക്. ഒരു മിസ് ഫീൽഡ്. 2 റൺസോടി പൂർത്തിയാക്കുന്നു. പത്തനംതിട്ട പന്തേഴ്സും മലപ്പുറം ബറ്റാലിയൻസും ആവേശപ്പോരാട്ടം ഈ സെമി ഫൈനൽ. ഷാഹീർ. പക്ഷേ വിപിൻ കൃഷ്ണ ബൗണ്ടറിയിലുണ്ട്. വിശ്വസ്തനായ ഫീൽഡർ വെറുതെ പറഞ്ഞതല്ല, വീണ്ടും ആവർത്തിക്കുന്നു തൻ്റെ ആ പ്രകടനത്തിലൂടെ. ജസീം പൊന്നാനിയുടെ ബൗളിങ്ങിൽ വിപിൻ കൃഷ്ണ കച്ചെടുത്തുകൊണ്ട് 6ാമത്തെ വിക്കറ്റും നഷ്ടമാകുന്നു. മുഷാഹിർ നല്ലൊരു ബാറ്റിംഗ് പ്രകടനത്തിന് ശേഷമാണ് പുറത്താകുന്നത്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അഭിജിത്ത് നേരിട്ട് ആദ്യ ബോൾ. പക്ഷേ ബൗണ്ടറിയില്ല, അതും ക്യാച്ചാക്കി മാറ്റുന്നു. ഷഫീഖിനും ഒരു ഹാട്രിക് ചാൻസ് വരുന്നു ഈ സെമി ഫൈനൽ മത്സരത്തിൽ. ജസീം പൊന്നാനിയുടെ ബൗളിംഗില്ല, ഷഫീഖ് പൊന്നാനി ക്യാച്ചെടുത്തുകൊണ്ട് 7ാമത്തെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ വീണ്ടും ഇതാ ഒരു ഹാട്രിക് ചാൻസ് നേടിയെടുക്കാൻ ജസീം പൊന്നാനിക്ക് സാധിക്കുമോ? നമുക്ക് കത്തിട്ടിക്കാം. ഇനി ശേഷിക്കുന്നത് 3 പന്തുകൾ. സ്കോർ 27. 7 വിക്കറ്റ് നഷ്ടത്തിൽ. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ അമൽ. ഹാട്രിക് ചാൻസ്, ഹാട്രിക് ബോൾ. ഡോട്ട് ബോൾ. വീണ്ടും ജസീം പൊന്നാനിയുടെ മാജിക്. മുബാറക് കച്ചെടുത്തുകൊണ്ട് അടുത്ത വിക്കറ്റ് നഷ്ടമാകുന്നു. ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ. മിക്കി നേടിയ അതേ പ്രകടനം ജസീം പൊന്നാനിയും. ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ. ഇനി ശേഷിക്കുന്നത് ഒരു ബോൾ മാത്രം. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ നൗഫൽ. ഒരു ബോൾ. സെമി ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിന്റെ അവസാന ഓവറിന്റെ അവസാന ബോൾ. സ്കോർ 8 വിക്കറ്റ് നഷ്ടത്തിൽ 27. ഫൈലഗിൽ ഫീൽഡ് ചെയ്യുന്നു കമൽ. 28 റൺസിന് പത്തനംതിട്ട പന്തേഴ്സിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നു. വിജയലക്ഷ്യം 29. മലപ്പുറം ബറ്റാലിയൻസിന് നേടേണ്ടത് 24 പന്തിൽ 29. ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പത്തനംതിട്ട പന്തേഴ്സിന്റെ പ്ലാനിങ്ങുകൾ തെറ്റിക്കുന്ന പ്രകടനമാണ് മലപ്പുറം ബറ്റാലിയൻസിന്റെ ബൗളേഴ്സ് കാഴ്ചവെച്ചത്. പക്ഷേ ശക്തമായ ബൗളിംഗ് നിരയുമായി തന്നെയാണ് പത്തനംതിട്ട ടീമുള്ളത്. ഒരു ആവേശ പോരാട്ടം നമുക്ക് ഈ സെമിയിൽ കാണാം, സംശയമേതുമില്ല. Broadcasting partner, all the partners who have been a part of this tournament, Chiking, we have BC, we have with us ആവേശ സെമി ഫൈനൽ പോരാട്ടം പത്തനംതിട്ട പന്തേഴ്സ് വേഴ്സസ് മലപ്പുറം ബറ്റാലിയൻസ്. മലപ്പുറം ബറ്റാലിയൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു ജസീം പൊന്നാനി ആൻഡ് ഷഫീഖ് പൊന്നാനി. വിജയലക്ഷ്യം 29. ആദ്യ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു വിനീഷ് കാലിക്കറ്റ്. സ്ട്രൈക്കിൽ ജസീം പൊന്നാനി. വിനീഷ് ഇന്ന് പത്തനംതിട്ട പന്തേഴ്സിന് വേണ്ടി ബോൾ ചെയ്യാനെത്തുന്നു. നേരിട്ട് ആദ്യ ബോൾ ഒരു റിവേഴ്സ് ശ്രമിക്കുന്നു, ഡോട്ട് ബോൾ. ബോൾ അടിച്ചെടുക്കുന്നു ഫിൽറ്റർ. ഒരു സിംഗിൾ മാത്രം. ഒരു അർദ്ധാവസരം രക്ഷപ്പെട്ടു പോകുന്നു.
ഒരു യോർക്കർ ബോൾ. അത് സിംഗിളാക്കി മാറ്റുന്നു. 3 പന്തുകൾ പിന്നിടുമ്പോൾ 2 റൺസ് നേടിയെടുക്കുന്നു മലപ്പുറം ബറ്റാലിയൻസ്. 7 from 21 balls. No pressure, building it. ശ്രമം. ക്യാച്ചിനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു ലൈഫ് ലഭിക്കുന്നു ജസീം പനാനിക്ക്. വിനീഷ് കാലിക്കറ്റിന്റെ കൃത്യമായ ബോളിംഗ്. ഫീൽഡ് ചെയ്യുന്നു. അച്ചൂബന്തിയോട് ഒരു സിംഗിൾ നേടിയെടുക്കുന്നു. റിസ്കി റൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡർ മുഷാഹിർ. ഒരു സിംഗിൾ മാത്രം. വളരെ കൃത്യമായൊരു ബോളിംഗ് തന്നെയായിരുന്നു വിനീഷ് കാലിക്കറ്റ് കാഴ്ചവെച്ചത്. വെറും 4 റൺസ് മാത്രമാണ് ആദ്യ ഓവറിൽ വിട്ടുകൊടുത്തത്. ഇനി വേണ്ടത് 18 പന്തിൽ 25. സമ്മർദ്ദവും ആവേശവും ഒരുമിച്ചോടിയെത്തുന്ന സെമി ഫൈനൽ. ബോൾ ചെയ്യാനെത്തുന്നു മുഷാഹിർ. സ്ട്രൈക്കിൽ ഷഫീഖ്. ഒരു റിവേഴ്സുള്ള ശ്രമം. ഡോട്ട് ബോൾ. അമ്പയർ കോൾ നോ ബോൾ. ഒരു ഫ്രീ ഹിറ്റ് ലഭിക്കുന്നു മലപ്പുറത്തിന് അനുകൂലമായി. സ്ട്രൈക്കിൽ ഷഫീഖ് പൊന്നാനി. ഫ്രീ ഹിറ്റ് ബോൾ. ഫ്രീ ഹിറ്റ് ബോൾ. ഷഫീഖ് പൊന്നാനി അത് 6 ആക്കി മാറ്റുന്നു. വീണു കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു ഫ്രീ ഹിറ്റ് ലഭിച്ചപ്പോൾ അത് 6ലേക്ക് പറത്തിക്കൊണ്ട് സമ്മർദ്ദത്തെ അതിജീവിക്കുന്ന 6മായി ഷഫീഖ് പൊന്നാനി. ഒരു ചേഞ്ചർ ബോൾ. ഡോട്ട് ബോൾ. വിക്കറ്റിന് പിന്നിൽ പ്രദീപ് കുമ്പാരി. ഫസ്റ്റ് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നു അച്ചൂബന്തിയോട്. What a shot! ഒരു ഫ്ലിക്ക് ഷോട്ടിലൂടെ അത് ബൗണ്ടറിയാക്കി മാറ്റുന്നു ഷഫീഖ് പൊന്നാനി. ലീഗ് മത്സരത്തിലും ഇതുപോലൊരു ഫ്ലിക്ക് ഷോട്ടിലൂടെ മനോഹരമായൊരു 6 നേടിയിരുന്നു ഷഫീഖ് പൊന്നാനി. തൻ്റെ ആ പ്രകടനം എവിടെയും ആവർത്തിക്കുന്നു ഒരു ബൗണ്ടറി നേടിക്കൊണ്ട്. ഫീൽഡ് ചെയ്യുന്നു നൗഷാദ് കെ വി. അത് ഡബിളാക്കി മാറ്റുന്നു. ഒരു മിസ് ഫീൽഡ്. വാട്ട് എ വിക്കറ്റ് കീപ്പിംഗ്. പക്ഷെ അതും റൺസാക്കി മാറ്റുന്നു. ഓവറിൽ അവസാന ബോൾ. സ്ട്രൈക്കിൽ ജസീം പൊന്നാനി. ഒരു ബിഗ് ഷോട്ടിലെ ശ്രമം. സർക്കിൽ തന്നെയാണ്. ആദ്യ വിക്കറ്റ് നേടിയെടുക്കുന്നു. മുഷാഹിറിന്റെ ബോളിംഗിൽ നിസാർ മല്ലു ക്യാച്ചെടുത്തുകൊണ്ട് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു മലപ്പുറം ബറ്റാലിയൻസിന്റെ. കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു പത്തനംതിട്ട പന്തേഴ്സ്. ആവേശമാകുന്നു ഈ മത്സരം. ഇനി ശേഷിക്കുന്നത് 12 പന്തുകൾ. വേണ്ടത് 11 റൺസ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ഷാഫി. സ്ട്രൈക്കിലെത്തുന്നു ഷഫീഖ് പൊന്നാനി. ബൗൾ ചെയ്യാനെത്തുന്നു നിസാർ മല്ലു. മല്ലിംഗ ആക്ഷൻ ബൗളർ. സ്ട്രൈക്കിൽ ഷഫീഖ് പൊന്നാനി. ഒരു റിവേഴ്സുള്ള ശ്രമം. ഡോട്ട് ബോൾ. ഷഫീഖ് പൊന്നാനി. ഒരു ബിഗ് ഷോട്ട്. ലൗണ്ടിനും പുറത്തേക്ക്. മല്ലിംഗ ആക്ഷനിൽ ബൗൾ ചെയ്യാനത് നിസാർ മല്ലുവിന്റെ പന്ത് അടിച്ച് പുറത്തേക്കിടുന്നു ഷഫീഖ് പൊന്നാനി. പക്ഷേ ഒരു ക്യാച്ചിനുള്ള അവസരമുണ്ട്. 2 ഫീൽഡേഴ്സും നോക്കി നിന്ന് പോകുന്നു. അത് 2 റൺസോടി പൂർത്തിയാക്കുന്നു. ഇനി വിജയത്തിലേക്ക് വേണ്ടത് 3 റൺസ് മാത്രം. 11 പന്തിൽ 22 റൺസുമായി ബാറ്റിംഗ് തുടരുന്നു ഷഫീഖ് പൊന്നാനി. വിജയത്തിലേക്ക് വേണ്ട 29ൽ 22ഉം പിറന്നത് ഷഫീഖ് പൊന്നാനിയുടെ ബാറ്റിൽ നിന്ന്. വാട്ട് എ റണ്ണിങ്. അതൊരു സിംഗിളാക്കി മാറ്റുന്നു. സ്ട്രൈക്കിലെത്തുന്നു ഷാഫി.
ഇനി വിജയത്തിലേക്ക് 2 റൺസ് മാത്രമാക്കല്ലേ. ശേഷിക്കുന്നത് 8 പന്തുകൾ. സമര പോരാട്ടങ്ങളുടെ പേരുകെട്ട മലപ്പുറത്തിന് മുന്നിൽ വീണുപോകുന്നു പത്തനംതിട്ട പന്തേഴ്സ്. ഓ, ഒരു വിക്കറ്റ് നേടിയെടുക്കുന്നു നിസാർ മലു. വിക്കറ്റ് കീപ്പർ കുമ്പാരികച്ചെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് 2 റൺസ് മാത്രം അകലെ വെച്ചുകൊണ്ട് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ വിവേക്. ISPL താരം. മലപ്പുറം വിജയത്തിലേക്ക് 2 റൺസ് മാത്രം അകലെ. 3-ാം ഓവറിൻ്റെ അവസാന ബോൾ. നേരിട്ട് ആദ്യ ബോൾ തന്നെ ഫൈനൽ ലെഗിലേക്ക്. സ്കോർ ലെവലിലേക്ക്. ഇനി വേണ്ടത് 6 പന്തിൽ 1 റൺസ് മാത്രം. ബോൾ ചെയ്യാനെത്തുന്നു അഭിജിത്ത്. സ്ട്രൈക്കിൽ വിവേക്. ഒരു ബിഗ് ഷോട്ടുള്ള ശ്രമം. ഫീൽഡർ. അത് ഒരു റൺസ് മാത്രം ആവശ്യമുള്ള സമയത്ത് ഒരു ബിഗ് ഷോട്ട് ശ്രമിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു. ഇനി ശേഷിക്കുന്നത് 5 പന്തുകൾ. വേണ്ടത് 1 റൺസ്. ക്രീസിലെത്തുന്നു ന്യൂ ബാറ്റർ ബില്ലു. കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അത്യുജ്വല ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ടീമിനെ സെമിയിലേക്ക് നയിച്ച ബാറ്റർ. സിംഗിളിനുള്ള ശ്രമത്തെ തടഞ്ഞുകൊണ്ട് ഫീൽഡേഴ്സ്. പ്രഷർ, സമ്മർദ്ദം. വേണ്ടത് 1 റൺസ് മാത്രം. ഓഹോ, ഡോട്ട് ബോൾ. സമ്മർദ്ദമേറുന്ന സെമി ഫൈനൽ. അനായാസം വിജയിക്കുമെന്ന് തോന്നിച്ച മത്സരം അഭിജിത്തിന്റെ ബൗളിങ്ങിലൂടെ മാറിമറിയുന്നു. ഒരു കട്ട് ഷോട്ടിലൂടെ ബില്ലു സ്റ്റൈൽ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് വിജയത്തിലേക്ക് ബൗണ്ടറിയോടെ മലപ്പുറം ബറ്റാലിയൻസിന് കൈപ്പിടിച്ചുയർത്തിക്കൊണ്ട് ബില്ലു. ഷഫീഖ് പൊന്നാനി വിജയത്തിലേക്ക് വേണ്ട 29 റൺസിൽ 23 നേടിയത് ഷഫീഖ് പൊന്നാനിയുടെ ആ ബാറ്റിൽ നിന്ന്. ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നു മലപ്പുറം ബറ്റാലിയൻസും കണ്ണൂരും തമ്മിൽ. കത്തിരിക്കാം ആവേശ ഫൈനൽ പോരാട്ടത്തിനായി KCL ടൂർണമെന്റ്